ടെനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ജഡത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ജഡത്തിൻ്റെ പ്രധാനമായിട്ടും പുതിയ നിയമത്തിലെ ജഡത്തിൻ്റെ സിൻ നേച്ചർ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ സിൻ നേച്ചറെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനൊരു ഡെഫിനിഷൻ പോലെ നമ്മൾ കൊണ്ടുവന്നത് പാപത്തിൻ്റെ പ്രവൃത്തികളെ തികയ്ക്കുവാൻ ഇച്ഛിക്കുന്ന ഇച്ഛയും അത് സാധിപ്പിച്ചെടുക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ വ്യവസ്ഥയും അതായിട്ടാണ് ഒരു ഡെഫിനിഷൻ പോലെ അത് കൊണ്ടുവന്നത്. എന്നാൽ ആ സിൻ നേച്ചർ നമ്മളിലുള്ള അതിൻ്റെ സിന്നിനോട് ചേർന്ന് ആ ജഡത്തിൽ അതിൻ്റേതായ രാഗങ്ങളും മോഹങ്ങളും ഉണ്ട്. ഗലാത്യർ 5:17 ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. എന്ന് വെച്ചാൽ ആത്മാവും ജഡവും തമ്മിൽ ഒരു വലിയ ഒരു കോൺഫ്ലിക്റ്റാണ്, എപ്പോഴും ഉള്ളതാണ്. അന്നേരം ആത്മാവ് പറയുന്നതും ജഡം പറയുന്നതും എൻ്റയർലി ഡിഫറെൻ്റാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ജഡത്തിന് കാര്യം ഈ പിശാച് കൊണ്ടുവന്ന് നമ്മുടെ നേച്ചറിൽ ഇൻജെക്റ്റ് ചെയ്ത് കയറ്റിയിരിക്കുന്ന കാര്യമാണ്. അന്നേരം ആത്മീയമായിട്ട് നമ്മളെ പുറത്താക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പിശാച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഗലാത്യർ 5:24 അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള ആൾക്കാർ ആ ജഡത്തെ യേശുവിനോടൊപ്പം ക്രൂശിച്ചു എന്ന് പറഞ്ഞാൽ അത് ചത്തു എന്നാണ്. എന്നാൽ ചത്തു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു അവശിഷ്ടമൊക്കെ നമ്മളിൽ എപ്പോഴും ഉണ്ട്. അതൊക്കെ ഉള്ളിൽ കാണും. ഈ ആട് കിടക്കുന്നിടത്ത് ഒരു രോമമുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ജഡത്തിൽ നമ്മൾ വസിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ഗലാത്യർ 6:8 പറയുന്ന ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. അതിൻ്റെ അൾട്ടിമേറ്റിൽ എന്താണ്? അത് പോയി നാശത്തിലേക്ക് പോകും. എന്നാൽ ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യവനെ കൊയ്യും. അതുകൊണ്ട് സിൻ നേച്ചർ ബിഫോർ ബോൺ അഗെയിൻ അതെന്ന് പറഞ്ഞാൽ ആ സിന്നിൽ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് സൂഹിക്കുന്ന ഒന്നാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ജഡവും നമ്മളുള്ള ജഡസ്വഭാവവും എന്നുവെച്ചാൽ പാപ സ്വഭാവവും ആത്മാവും തമ്മിൽ ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. റോമർ 6-ാം അധ്യായത്തിൽ മുഴുവനായിട്ട് നമ്മൾ തുടങ്ങുന്നത് തന്നെ എന്താണ്? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ അല്ല, ഒരു നാൾ വരുത്. പാപസംബന്ധമായി മരിച്ചവരായ നമ്മൾ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിനോടുകൂടി സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികൾ അവൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇതെല്ലാം ഡോണ്ട് യു നോ, നിങ്ങൾക്ക് അറിയത്തില്ലയോ എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് അവൻ്റെ മരണത്തോടു കൂടി നമ്മൾ ഏകീഭവിച്ചവരാണെങ്കിൽ, അവൻ്റെ മരണത്തോടു കൂടി നമ്മൾ കുഴിച്ചിടപ്പെട്ടവരാണെങ്കിൽ നമ്മൾ പുതിയ ഒരു ജീവനിൽ കൂടി പുതുക്കത്തിൽ കൂടി ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. If you have planted together in the likeness of his death, we shall also be in the likeness of his resurrection. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. My body is programmed in the old sin nature. ശരീരം മുഴുവൻ പാപത്തിൻ്റെ നേച്ചറിൽ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, പല പ്രാവശ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റായി മാറും. ആ ഹാബിറ്റിൽ പിന്നെ നമ്മൾ അതിനൊരു ഇഷ്ടം തോന്നും. അത് പിന്നെ ഒരു ഡിസയറായിട്ട് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ബ്രെയിനിൽ തന്നെ ഒരു ഇലക്ട്രിക് പാത്ത് വേ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതാണ് സംഭവിക്കുന്നത്. അത് നമ്മുടെ ഒരു നേച്ചറായി മാറും, പിന്നെ ഒരു കൾച്ചറായി മാറും. നമ്മളൊരു കാര്യം ചെയ്തു, അതിലൊരു ഇൻട്രസ്റ്റ് കണ്ടു, വീണ്ടും അതാണ് ഈ രാഗമോഹങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഡിസയർ, പിന്നെ അതിൽ സന്തോഷിക്കുന്നു. ഇങ്ങനെ വേറൊരു നോർമലായിട്ടൊരു കാര്യം തന്നെ പറയാം. നമ്മൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടെന്നിരിക്കട്ടെ. ഒരു 10-20 ദിവസം നമ്മൾ 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അലാറം ഇല്ലാതെ എഴുന്നേൽക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ശരീരം പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് പല കാര്യങ്ങളും. അതുപോലെ ഈ പാപത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ശരീരത്തെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മളെ ഇങ്ങനെ വീണ്ടും അതിൽ ചെയ്ത് അവസാനം ബോഡി അതിനുവേണ്ടി ക്രേവ് ചെയ്യുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, ഈ കഞ്ചാവ്, സിഗരറ്റ്, മദ്യം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് ചില സമയങ്ങളതില്ലാതെ അവരങ്ങ് സോ മച്ച് ഫീലിംഗ്
അൺകംഫർട്ടബിൾ, അവർക്ക് ഇങ്ങോട്ട് ഞെളിപിരി കൊള്ളുന്ന പോലെ കാണും. നമ്മളെ ഈ കോളേജിലൊക്കെ സ്റ്റുഡൻസിൻ്റെ ഇടയിലൊക്കെ ഈ ഹോസ്റ്റൽസിലുമൊക്കെ ഒരുപാട് ഈ മയക്കുമരുന്നുകളും അതുപോലെ ഈ ഒരുപാട് അഡിക്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുണ്ട്. നമ്മുടെ കോളേജ് മാത്രമല്ല, ഇപ്പോൾ കുഞ്ഞുങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ, കൊച്ചു പിള്ളേരുടെ ഇടയിൽ വരെയുണ്ട്. അത് അവർ ആ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അവരത് ആ അഡിക്ഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഏതറ്റവും വരെ പോവും. അതാണ് കാണുന്നത്. സോ ഈ ജഡസ്വഭാവം എന്ന് പറഞ്ഞാൽ, വിശ്വാസികളിലുള്ള ജഡസ്വഭാവം എന്ന് പറഞ്ഞാൽ ദ സിൻ നേച്ചർ പ്രോഗ്രാംഡ് ഇൻ ദ ബോഡി ബിഫോർ ബോൺ അഗെയിൻ. നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഈ പാപസ്വഭാവം, പഴയ പാപസ്വഭാവത്തെയാണ് ഈ വിശ്വാസികളിലുള്ള സിൻ നേച്ചർ, കാർണൽ മാനിലുള്ള ഫ്ലഷ് നേച്ചർ എന്ന് പറയുന്നത്. അതിനാണ് ജഡസ്വഭാവം അല്ലെങ്കിൽ ജഡം എന്ന് പറയുന്നത്. സോ ദ റിമെയിൻസ് ഓഫ് ദ ഓൾഡ് നേച്ചർ ഈസ് സ്റ്റിൽ ഇൻ അസ്. നമ്മളിലെ ഈ പാപസ്വഭാവം ഇപ്പോഴും ഉണ്ട്. ആത്മാവിൽ വന്നെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് വന്നെന്ന് പറഞ്ഞാലും ഈ സിൻ നേച്ചർ മുഴുവൻ അങ്ങോട്ട് ക്ലിയർ ആവണം എന്നില്ല. ആ റെസിഡ്യൂവലായിട്ടുള്ള പല പഴയ മനുഷ്യൻ്റെ ബാക്കി പത്രം, ആദാമ്യ പാപം നമ്മളിൽ വന്ന് യേശുക്രിസ്തുവിൽ മാറിയെങ്കിലും അതിനകത്ത് ചില പഴയ പത്രം, ചില ബാക്കി പത്രം എന്നൊക്കെ പറയാം, അത് നമ്മുടെ ഉള്ളിലുണ്ട്. 2 കൊരിന്ത്യർ 5:17 ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. അത് പുതുതായി തീർന്നിരിക്കുന്നു. ഏതാ സൃഷ്ടി പുതുതായി തീർന്നിരിക്കുന്നു. നമ്മുടെ പഴയതെല്ലാം അങ്ങ് മാറിപ്പോയി. എന്നാൽ ശരീരത്തിൽ പഴയ മനുഷ്യൻ പോയെങ്കിലും അതിൻ്റെ അവശിഷ്ടം അവിടെ കിടപ്പുണ്ട്. എല്ലാം പോയെന്ന് പറഞ്ഞാലും അതിന് രക്ഷിക്കപ്പെട്ടവർക്ക് ഒരു റെസിഡ്യൂലായി അല്പം സിൻ നേച്ചർ അവിടെ കിടപ്പുണ്ട്. ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥ നിങ്ങൾക്കറിയാം. എന്നാൽ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിൽ മുങ്ങിയല്ല കിടക്കുന്നത്, കരയ്ക്ക് കയറുക. കുറച്ച് വെള്ളം ശരീരത്തിലുണ്ട്, പോയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് ദ റെലം ഓഫ് ഫ്ലഷ് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തൊരനുഭവമാണ്. അതിലിങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ കിടക്കുകയാണ് നാച്ചുറൽ മാൻ, പാപത്തിലാണ്ട് കിടക്കുന്നത്. എന്നാൽ കരയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഉണങ്ങി പോവും. എന്നാലും കുറച്ചവിടെ ഉണ്ട്. അത് ആ ഫ്ലഷ് നേച്ചർ അവനിലുണ്ട്, പാപ സ്വഭാവം അവനിലുണ്ട്. സോ ഫ്ലഷ് ഈസ് എ വൈൽഡ് അനിമൽ വിച്ച് നെവർ ക്യാൻ ബി ടേംഡ്. മെരുക്കുവാൻ കഴിയാത്ത ഒരു വന്യമൃഗം പോലെയാണ് ശരീരം എന്നാണ് ഒരു വേദ പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്. മെരുക്കുവാൻ കഴിയാത്ത ഒരു വന്യമൃഗം പോലെ. നായയുടെ വാല് കുഴലിലിട്ടാലും അത് വളഞ്ഞിരിക്കും എന്ന് പറയുന്നത് പോലെ ഉള്ളൊരനുഭവം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചാണ്, നമ്മുടെ വീണ്ടും ജനനത്തിൻ്റെ സമയത്ത് നമ്മുടെ ആത്മാവാണ് വീണ്ടും ജനിക്കുന്നത്. ശരീരം, മൈ മൈൻഡ് ആൻഡ് മൈ ബോഡി, ഇത് രണ്ടും വീണ്ടും ജനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് രണ്ടും ജനിക്കാത്തതുകൊണ്ട് വി ഷുഡ് ബി വിജിലൻറ്റ്. നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മാത്രമേ നമുക്ക് ജഡത്തെ കോൺകർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ജഡത്തെ ദൈവമല്ല സൃഷ്ടിച്ചത്, ഈ സിൻ നേച്ചറെ ദൈവമല്ല സൃഷ്ടിച്ചത്. നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ആൻഡ് സിൻ ഇൻ ദ ഫ്ലഷ്. നമ്മുടെ ശരീരത്തിലുള്ള ഹ്യൂമൻ ബോഡിയിലുള്ള ഇതിനകത്ത് പിശാച്, സാത്താൻ കൊണ്ടുവന്ന് അവൻ്റെ നേച്ചർ, അവൻ്റെ ലൈഫ് കൊണ്ടുവന്ന് ഇഞ്ചക്റ്റ് ചെയ്താണ്. സാത്താൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പാപം ചെയ്യുക എന്നുള്ള പാപം, അത് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പകർന്നു എന്നുള്ള. ഇപ്പോഴേ ജഡത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ക്ലിയറായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജഡം എന്ന് പറയുന്നത് ബൈബിൾ പറയുന്ന സിൻ നേച്ചറാണ്. അത് നമ്മുടെ ഉള്ളിലുണ്ട്, അത് നമ്മൾ പൂർണ്ണമായിട്ട് വിട്ടുപോയിട്ടില്ല, എല്ലാ മനുഷ്യരിലും ഉണ്ട്. എന്നാൽ അതിനെ നമ്മൾ മരിപ്പിക്കണം, ആത്മാവിനാൽ നമ്മൾ ജീവിപ്പിക്കണം നമ്മുടെ ശരീരത്തെ. അപ്പോൾ നമ്മൾ നിത്യജീവൻ്റെ പൂർണ്ണമായിട്ടുള്ള അവകാശികളായിത്തീരും എന്നുള്ളത്. സാൽവേഷനെക്കുറിച്ചുള്ള ഡോക്ട്രിൻസ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹൗ ക്യാൻ ബി മോർ വിക്ടോറിയസ് ഇൻ അവർ ഫ്ലഷ്, നമ്മുടെ ജഡ സിൻ നേച്ചറിൽ എങ്ങനെ നമുക്ക് കൂടുതൽ വിക്ടോറിയസ് ആവാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി ഇതിനോട് ജഡവുമായിട്ട് ചേർന്ന് പറഞ്ഞിട്ട് ഞാൻ
അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ജഡത്തിൻ്റെ ചില പ്രവർത്തികളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഗലാത്യർ 5:19 തൊട്ട് 15 ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്, സിൻ നേച്ചറാണ്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അല്ല ബ്രദറെ, ഇതില്ലാത്ത ആരാ ഉള്ളത്? ഇതിങ്ങനെയാണെങ്കിൽ ആരും ദൈവരാജ്യം അവകാശമാക്കിയില്ലല്ലോ എന്ന് നമ്മൾ പറയും. വീണ്ടും നമുക്ക് ചിന്ത വരും, ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലേ? ഇതൊക്കെ ചെയ്യുമ്പം, പിശാച് എന്നിൽ പ്രവർത്തിക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് ഇറങ്ങി ഓടുമോ? എൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് ഇതെല്ലാം. ഇതിൻ്റെ ഒരു റെസിഡ്യൂവൽ ഇതിൻ്റെ എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. അശുദ്ധിയുണ്ട്, പകയുണ്ട്, പക, പിണക്കം, ഇതൊക്കെ ഇല്ലാത്ത ആരാണ്? ക്രോധം, ശാഠ്യം, ഇടയ്ക്ക് ആളുകളുടെ അഭിപ്രായ ഭിന്നതയുണ്ട്, അസൂയപ്പെടാറുണ്ട്, ചിലപ്പോൾ ഒരു സ്മോളൊക്കെ കഴിച്ചിട്ടുണ്ടാകും, മദ്യപാനം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ബ്രദറെ, പിന്നെ ഞാൻ സ്വർഗത്തിൽ പോവുമോ? ഞാൻ എൻ്റെ ജീവിതം ആ കട്ട പുകയായോ? ഞാൻ ഇതുവരെയും വിശ്വസിച്ചൊക്കെ തെറ്റാണോ എന്നൊക്കെ. ശരിക്കും ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് സത്യം തന്നെ. എന്നാൽ മനുഷ്യർ നേരത്തെ പറഞ്ഞ പോലെ സിൻ നേച്ചർ ഉള്ളതുകൊണ്ട് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഈ NKJV പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദോസ് ഹു പ്രാക്ടീസ് ദിസ് എന്നുള്ള ഒരു വേർഡാണ്. ഈ വക പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദോസ് ഹു പ്രാക്ടീസ് ദിസ് തിങ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വീഴുന്നതും അതിൽ കിടന്ന് ഉരുളുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രാക്ടീസ് നമ്മുടെ ഉള്ളിൽ, നേരത്തെ പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു പാപത്തിലേക്ക് വീണ് കഴിയുമ്പോൾ അതിൽ കയറി നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പാപക്ഷമ പ്രാപിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കും. അതേ സമയം നമ്മൾ അതിലിങ്ങനെ എൻജോയ് ചെയ്ത് ആ റെലം ഓഫ് ഫ്ലഷ് അതിലിങ്ങനെ ആണ്ട് കിടക്കുക, വെള്ളത്തിൽ കിടക്കുന്ന പോലെ കിടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മളത് എൻജോയ് ചെയ്യുകയാണ്. നമ്മുടെ കാർണാലിറ്റി കൂടി ഗ്രാജുവലി നമ്മുടെ ഫെയ്ത്ത് ഡിമിനിഷ് ചെയ്ത് ബാക്ക് സ്ലൈഡിങ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സിൻഫുൾനെസ്സും ഡേർട്ടും വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് ചാടി വരണം. തലയിൽ മേളിൽ കൂടെ കാക്ക പറക്കുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റിയില്ല. പക്ഷികൾ തലയുടെ മേളിൽ കൂടെ പറക്കുന്നത് നമുക്ക് തടയാൻ പറ്റിയില്ല. എന്നാൽ തലയിൽ വന്ന് കൂട് കുട്ടുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റും, അല്ലേ? തലയിൽ വന്ന് പക്ഷി കൂട് വെക്കുന്നത് നമുക്ക് തടയാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ഈ സ്ട്രഗിളിങ് ഏരിയയിലെ പല കാര്യങ്ങളിലും ദൈവം നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ഉള്ള വിജയം തരും. ഈ ടെംപ്റ്റേഷനിൽ നിന്നൊക്കെ നമ്മൾ ജെന്യുവിനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിൽ ഈൽഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ ഈ സ്ട്രഗിളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് പറ്റും. എന്നാൽ ഈ കുറ്റബോധം വന്നിട്ടും നമ്മൾ അതിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിക്കാതെ ഇരുന്നാൽ, പാപം ചെയ്തുകൊണ്ടേ ഇരുന്നാൽ പിന്നെ ഗോഡ് വിൽ ബി ഹെൽപ്ലെസ്. ദൈവത്തിന് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പം ചില അടികളൊക്കെ കൊടുക്കേണ്ടി വരും. ചില അടി ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോഴേ കാർണൽ മാനായിട്ടുള്ളതിനെ സ്പിരിച്വൽ മാൻ ആക്കാനായിട്ട് ദൈവത്തിന് അവസാനം ചില അടികളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവർ ഓർക്കേണ്ടത് എപ്പോഴും വീണ്ടെടുക്കപ്പെടാത്ത ഒരു ശരീരത്തിലും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു മനസ്സിലുമാണ് ജീവിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവർ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ വീണ്ടെടുക്കപ്പെടാത്ത ഒരു ശരീരത്തിലും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള മനസ്സിലുമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജ്ഞാനികളായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. സ്വർഗരാജ്യത്തിൽ കടക്കുന്ന മാനദണ്ഡം കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ്.
അധർമ്മം പ്രവർത്തിക്കുന്നവരോട് പറയുന്ന പ്രാക്ടീസ് ലോലെസ്നെസ്, അവരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്നെ വിട്ടുപോകുവിൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അധർമ്മം പ്രവർത്തിക്കാതെ ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് ഇടവരണം. അതുകൊണ്ട് ആത്മാവിൻ്റെ പ്രവൃത്തി, ഞാനിത് ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പഠിക്കാനായിട്ട് കയറുകയാണ്. അപ്പോൾ ജഡം എന്താണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുള്ളൂ. ഈ ജഡവും ആത്മാവും തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ആയതിനാൽ, അതുകൊണ്ട് ഞാൻ ജഡത്തിലല്ല ആത്മാവിൻ്റെ ശക്തിയിൽ ജീവിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അനുഭവമല്ല, വെള്ളത്തിൽ നിന്ന് കരയിൽ കയറി നമ്മുടെ ജീവിതം ഉണങ്ങി, നമ്മൾ വെള്ളമില്ലാത്ത അവസ്ഥയിൽ ഉണങ്ങി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ നമ്മൾ ഇടവരണം എന്നുള്ളതാണ്. തീർച്ചയായും അതിന് നമ്മളെ ദൈവം സഹായിക്കട്ടെ. ഇന്ന് കേട്ടവർ തീർച്ചയായും ഇത് നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. ഇതിനകത്ത് ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്താൽ ഇത് റെഗുലറായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത്, ഇതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വലിയ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓരോ പടി വളരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നോട്ട് ഓൺലി സ്പിരിച്വലി ബട്ട് അവർ മൈൻഡ് ആൾസോ വിൽ ബി സ്ട്രോങ്, അവർ ബോഡി വിൽ ആൾസോ സ്ട്രോങ്. നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോഴേ അത് ദൈവത്തിൻ്റെ ആ പ്രോഗ്രസീവ് നേച്ചറിലോട്ട് നമ്മളായി തീരുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് നമുക്ക് എല്ലാ സെക്ടറിലും ഒരു സക്സസ് വരും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നോട്ട് ഓൺലി ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ ഫെയിലിയർ. വീണ്ടും ഞാൻ ഒരു 100% ഉറപ്പോടുകൂടി അടിവരയിട്ട് പറയുന്നു, ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ ഫെയിലിയർ. അങ്ങനെ ആരെങ്കിലും ഫെയിലിയറായിട്ട് ക്രിസ്ത്യൻ ലൈഫ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ ആം ഗോയിങ് ടു ബെറ്റ് യു, ഞാൻ നിങ്ങളോട് ബെറ്റ് ചെയ്യുന്നു, വെയിറ്റ് ആൻഡ് പ്രേ ആൻഡ് സീ വാട്ട് ദ മിറക്കിൾസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും എത്രയാണെന്ന്. തീർച്ചയായും ഇത് വാച്ച് ചെയ്യണം. രാത്രി 9 തൊട്ട് 10 വരെ എല്ലാ ദിവസങ്ങളിലും ഇത് കാണാം. നിങ്ങൾ ഇത് കാണുകയും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങൾ അതിനകത്ത് ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. പ്രെയർ റിക്വസ്റ്റ് വാട്സാപ്പിൽ നിങ്ങൾ തരിക. ഇമെയിലും ഉണ്ടല്ലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് കേട്ട ദൈവവചനത്തിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ജഡത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കേട്ടത്. കർത്താവേ, ജഡം ഞങ്ങളിലെ റെസിഡ്യൂലായി ആ സിൻ നേച്ചർ കിടപ്പുണ്ട് എന്ന് ഞങ്ങൾ കേട്ടല്ലോ. ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നവരെ പോലെയല്ല, എപ്പോഴും കർത്താവെ അതിൽ നിന്ന് മാറി ആ ഒരു പ്രാക്ടീസ് ചെയ്യാതെ, പാപത്തെ പ്രാക്ടീസ് ചെയ്യാതെ, ആ ഉള്ളിലെ കുറ്റബോധം വരുമ്പോൾ തന്നെ ദൈവത്തോട് അത് ഏറ്റുപറഞ്ഞ് ദൈവവുമായിട്ട് നിരപ്പുറവായിച്ച് സന്തോഷത്തിൽ ജീവിക്കാനായിട്ട് ഞങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ആത്മാവും ശരീരവും കർത്താവെ ഇതുവരെയും മെരുകിയിട്ടില്ലല്ലോ കർത്താവെ. അതിനെ ഞങ്ങളൊന്ന് മെരുക്കുവാനായിട്ട് കർത്താവെ, ശരീരവും മനസ്സും മെരുക്കുവാനായിട്ട് നിൻ്റെ ആത്മാവിൻ്റെ ശക്തി ധാരാളമായിട്ട് ഈ ദിവസങ്ങൾ ഞങ്ങളിലേക്ക് തരാനായിട്ട് ഞങ്ങളിതിനോട് അപേക്ഷിക്കുന്നു. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ചില അഡിക്ഷൻസിലൊക്കെ ഉള്ളവരെ യേശുവിൻ്റെ നാമത്തിൽ നിന്നൊക്കെ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന ചിലരെ കർത്താവെ എന്നെ കാണുന്നുണ്ട്. അവരതിൽ നിന്ന് കർത്താവെ അതിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദ സ്പിരിറ്റ്, അതിന് വലിയൊരു ഒരു പൈശാചികമായിട്ടൊരു സ്പിരിറ്റ് അതിനകത്തുണ്ടല്ലോ കർത്താവെ. അത് ഇന്ന് രാത്രികാലം ബ്രേക്ക് ചെയ്യുവാനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സഹോദരങ്ങളോടുള്ള ഭിന്നതയും അസൂയയും പകയും പിണക്കവും വെച്ചിരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഇത് ദർശിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം മാറിപ്പോട്ടെ. അവരോട് കർത്താവെ സ്നേഹമായിട്ട് പെരുമാറുവാനായിട്ട് കർത്താവെ ഏതൊക്കെ രീതിയിലുള്ള ലോസ് അവർ വരുത്തിയിട്ടുണ്ടെങ്കിലും അവരോട് കൈകോർത്ത് നിന്നുകൊണ്ട് സന്തോഷത്തോട് ജീവിക്കാനായിട്ട് കർത്താവെ ഇന്ന് രാത്രികാലം അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നീ വലിയൊരു ചിന്ത കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കിയില്ല എങ്കിൽ അത് പ്രവർത്തിക്കാതിരിക്കാനായിട്ട് ദൈവമേ നിൻ്റെ ആത്മാവിൻ്റെ ശക്തി അവരുടെ ഹൃദയങ്ങൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. Thank you for watching this. Continue to watch this and get blessed. Amen.